ഒരു മനുഷ്യൻ വ്യക്തിപരമായി തന്നെ തന്നെ ഒരു പരീക്ഷണ വസ്തുവാക്കി മാറ്റി ഒരു ഗിനിപ്പിഗിനെ പോലെ മരണത്തെ അതിജീവിക്കുവാനുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അമരത്വം നേടുന്നതിനു വേണ്ടി, തന്റെ ശരീരത്തിന്റെ യുവത്വം നിലനിർത്തേണ്ടതിനു വേണ്ടി തന്റെ കൗമാരക്കാരനായ മകന്റെ ശരീരത്തിലെ പ്ലാസ്മ എടുത്ത് തന്റെ ശരീരത്തിലേക്ക് കുത്തിവെക്കുക വരെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. എല്ലാ മനുഷ്യരും മരണത്തിലേക്കാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് എപ്പോൾ എങ്ങനെ സംഭവിക്കുന്നു എന്ന് മാത്രം ആർക്കും പ്രവചിക്കാനാവില്ല എന്നേ ഉള്ളൂ. എന്നാൽ ഈ മരണത്തെ ഒഴിവാക്കുവാൻ സാധിക്കുമോ? ഞാൻ നിങ്ങളെ ഒരു കവിത കേൾപ്പിക്കാം. വൃദ്ധന്മാരൊരു കൂട്ടം നിറഞ്ഞു ഭൂതലം തന്നിൽ, ചത്തുകൊൽവതിനേതും കഴിവില്ല കാലനില്ല. മുത്തച്ഛൻ മുതുക്കന്റെ മുത്തച്ഛനിരിക്കുന്നു, മുത്തച്ഛനവനുള്ള മുത്തച്ഛൻ മരിച്ചില്ല. 500 വയസ്സുള്ളോരപ്പൂപ്പന്മാരും ഇപ്പോൾ കുഞ്ഞായിട്ടിരിക്കുന്നു. അപ്പൂപ്പനവർക്കുണ്ട് കഞ്ഞിക്കു വകയില്ല, വീടുകളിലൊരിടത്തും കുഞ്ഞുങ്ങൾ കെട്ടു 10 പറയരി കൊണ്ടുപോരാ. 100 പറ വെച്ചാൽ മുതുക്കന്മാർക്കതു കൊണ്ടത്ര മാത്രം 2 വറ്റു വിളമ്പുമ്പോൾ എത്തുമെല്ലാം. 10 കോടി ജനമുണ്ട് പല്ലു പോയിട്ടൊരു വീട്ടിൽ, കൊത്തിവെച്ച പാവ പോലെ തിങ്ങി വിങ്ങി കിടക്കുന്നു. 4ാം ക്ലാസ്സിലെ മലയാള പാഠപുസ്തകത്തിന്റെ ഭാഗമായി നമ്മൾ പഠിച്ച മഹാനായ കുഞ്ചൻ നമ്പ്യാരുടെ കാലനില്ലാത്ത കാലം എന്ന കവിതയുടെ ചില വരികളാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത്. നമ്മുടെ ഓർമ്മകളിൽ നിന്ന് ഒരിക്കലും മായാത്ത ചില കവിതാ ഭാഗങ്ങളിൽ ഒന്നാണിത്. മരണമില്ലാത്തൊരു കാലം, ആ കാലത്തെക്കുറിച്ച് പറയുവാനാണ് ഞാൻ ഈ കവിത നിങ്ങളെ ഇപ്പോൾ കേൾപ്പിച്ചത്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ മരണമില്ലാത്തൊരവസ്ഥയെക്കുറിച്ച്? മരണമില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? എന്തായിരുന്നു മനുഷ്യന്റെ അവസ്ഥ? അങ്ങനെയൊക്കെ ചിന്തിച്ചു കൂട്ടുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? നമുക്ക് പരിശോധിക്കാം. ശാസ്ത്രം വളരെയധികം പുരോഗമിച്ചു. മനുഷ്യന്റെ എല്ലാ ആവശ്യങ്ങളും നിർവഹിക്കുവാൻ നിരവധിയായ കണ്ടുപിടുത്തങ്ങൾ, വൈദ്യശാസ്ത്ര രംഗത്തുണ്ടായിരിക്കുന്ന കുതിച്ചുചാട്ടം, മനുഷ്യന്റെ ശാരീരിക അവസ്ഥകളിൽ ഉണ്ടാകുന്ന എല്ലാ ബലഹീനതകളും പരിഹരിക്കുവാനുള്ള പരിശ്രമങ്ങൾ എല്ലാം നമ്മുടെ മുൻപിലുണ്ട്. ശാസ്ത്രത്തിന്റെ ഈ അഭൂതപൂർവമായ വളർച്ചയുടെ അങ്ങേയറ്റത്ത് നിൽക്കുമ്പോഴും ഒരു യാഥാർത്ഥ്യം മനുഷ്യനെ ഭീതിപ്പെടുത്തുന്നു. ഏതെങ്കിലും ഒരു ദിവസം മരണം വഴിയായി ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടേണ്ടിയിരിക്കുന്നു. എല്ലാ മനുഷ്യരും മരണത്തിലേക്കാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് എപ്പോൾ എങ്ങനെ സംഭവിക്കുന്നു എന്ന് മാത്രം ആർക്കും പ്രവചിക്കാനാവില്ല എന്നേ ഉള്ളൂ. എന്നാൽ ഈ മരണത്തെ ഒഴിവാക്കുവാൻ സാധിക്കുമോ? ശാസ്ത്രം അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ ആരംഭിച്ചിട്ട് ദീർഘനാളുകളായി. എത്രയോ പരീക്ഷണങ്ങൾ നടത്തി, എത്രയോ പരിശ്രമങ്ങൾ നടത്തി. ഇന്ന് വരെ പക്ഷേ ശാസ്ത്രത്തിന് ആ ഒരു കാര്യത്തിൽ മാത്രം വിജയം വരിക്കുവാൻ സാധിച്ചിട്ടില്ല. പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലുമൊക്കെ അമരത്വം നേടുവാനുള്ള മനുഷ്യന്റെ പരിശ്രമങ്ങളുടെ നിരവധി ഉദാഹരണങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഈജിപ്തിലെ ഫറവോമാർ തങ്ങളുടെ ജീവിതത്തെ മമ്മിഫിക്കേഷനിലൂടെ നിലനിർത്തുവാൻ ശ്രമിക്കുകയും അതിനുവേണ്ടി പദ്ധതികൾ ഒരുക്കുകയും ചെയ്തത് നമുക്കറിയാം. അതുപോലെ തന്നെ മധ്യകാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആൽക്കമിസ്റ്റുകൾ, അവരും അമരത്വം തേടി യാത്ര ചെയ്തവരും പരീക്ഷണങ്ങൾ നടത്തിയവരുമാണ്. ഇങ്ങനെ ലോക ചരിത്രത്തിൽ മനുഷ്യൻ മരണത്തെ അതിജീവിക്കുവാനുള്ള പരിശ്രമങ്ങൾ നടത്തിയതിനെ കുറിച്ച് ധാരാളം കഥകളുണ്ട്, ചരിത്രമുണ്ട്. ഇവിടെ ഈ ആധുനിക കാലഘട്ടത്തിൽ ശാസ്ത്രം നടത്തുന്ന പരീക്ഷണങ്ങൾ ധാരാളമുണ്ട്. അപ്പോൾ തന്നെ ഒരു മനുഷ്യൻ വ്യക്തിപരമായി തന്നെ തന്നെ ഒരു പരീക്ഷണ വസ്തുവാക്കി മാറ്റി ഒരു ഗിനിപ്പിഗിനെ പോലെ മരണത്തെ അതിജീവിക്കുവാനുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ കേട്ടിരിക്കാം ബ്രയാൻ ജോൺസൺ എന്ന അമേരിക്കക്കാരനെ കുറിച്ച്. 47 വയസ്സുണ്ട് ഇപ്പോൾ അദ്ദേഹത്തിന്. അദ്ദേഹം തന്റെ മരണത്തെ അതിജീവിക്കുവാൻ വേണ്ടി തന്റെ ശരീരത്തെ ഒരു പരീക്ഷണ വസ്തുവാക്കി മാറ്റിയിരിക്കുന്നു. മരണത്തെ തോൽപ്പിക്കാനാകുമോ എന്നുള്ള $1 ബില്യൺ ചോദ്യത്തിന് ഉത്തരം തേടുവാനുള്ള പരിശ്രമത്തിലാണ് ബ്രയാൻ ജോൺസൺ. ബ്രയാൻ ജോൺസൺ ഒരു ടെക് എന്റർപ്രണറും ബയോ ഹാക്കറുമായിട്ടാണ് അറിയപ്പെടുന്നത്. അതിസമ്പന്നനായ ഒരു മനുഷ്യൻ. തന്റെ ഈ പരീക്ഷണങ്ങൾക്ക് വേണ്ടി ഓരോ മാസവും അദ്ദേഹം മുടക്കുന്നത് 16 കോടി രൂപയിലധികമാണ്. ഡാറ്റയുടെയും അൽഗോരിതത്തിന്റെയും കൂട്ടുപിടിച്ച് നടത്തുന്ന പരിശ്രമങ്ങൾക്ക് അദ്ദേഹം തന്നെ നൽകിയിരിക്കുന്ന പേര് ബ്ലൂ പ്രിന്റ് എന്നാണ്. തന്റെ ശരീരത്തെ ജരാനരകൾ ബാധിക്കാതെ
അതിന്റെ ബയോളജിക്കൽ ഏജ് കുറച്ചു കൊണ്ടുവരുവാൻ വേണ്ടിയാണ് ബ്രയാൻ ജോൺസൺ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി വളരെ കർശനമായ ചില ചിട്ടകൾ അദ്ദേഹം തന്റെ ജീവിതത്തിൽ വരുത്തിയിരിക്കുന്നു. ആ കർശനമായ ചിട്ടകളിൽ കൃത്യമായ ഉറക്കം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ ഭക്ഷണത്തിന്റെ കാര്യത്തിലും അദ്ദേഹത്തിന് സവിശേഷമായ ഒരു ഭക്ഷണക്രമമുണ്ട്. മാത്രവുമല്ല, ഒരു ദിവസം 50-ലധികം ക്യാപ്സ്യൂളുകൾ അദ്ദേഹം കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ എല്ലാ ദിവസവും കൃത്യമായി ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതോടൊപ്പം കഠിനമായ വ്യായാമ മുറകളും അദ്ദേഹം ശരീരത്തിൽ പ്രയോഗിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതെല്ലാം നിരന്തരമായി മോണിറ്റർ ചെയ്യപ്പെടുന്നു, അളന്നു നോക്കപ്പെടുന്നു. അങ്ങനെ അളന്നു നോക്കി കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്ത് തൻ്റെ ശരീരത്തിന് ഏതൊക്കെ ഘടകങ്ങളാണ് ആവശ്യമായിരിക്കുന്നു അതൊക്കെ തൻ്റെ ശരീരത്തിലേക്ക് പല നിലകളിൽ എത്തിച്ചു കൊടുത്ത് കൃത്യമായ പദ്ധതികളിലൂടെ തൻ്റെ ബയോളജിക്കൽ ഏജിനെ കുറയ്ക്കുവാനാണ് ബ്രയാൻ ജോൺസൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പരീക്ഷണത്തിൽ 47-കാരനായ ഈ മനുഷ്യൻ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ആരോഗ്യം ഒരു 18 വയസ്സുകാരൻ്റെതായി നിലനിർത്തുന്നു എന്നാണ് അവകാശപ്പെടുന്നത്. നിരവധി ഡോക്ടർമാരടങ്ങുന്ന ഒരു സംഘം ഇദ്ദേഹത്തെ നിരന്തരം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ അനുദിന ജീവിത കാര്യങ്ങൾ ക്രമീകരിച്ചു കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒരു പരീക്ഷണത്തിലൂടെ താൻ സമ്പാദിക്കുവാൻ പോകുന്നത് മരണമില്ലാത്ത ഒരു ലോകമാണെന്ന് നെറ്റ്ഫ്ലിക്സിന്റെ ഒരു ഡോക്യുമെന്ററിയിൽ അടുത്തയിടെ അദ്ദേഹം വെളിപ്പെടുത്തി. അമരത്വം നേടുന്നതിനു വേണ്ടി, തന്റെ ശരീരത്തിന്റെ യുവത്വം നിലനിർത്തേണ്ടതിനു വേണ്ടി തന്റെ കൗമാരക്കാരനായ മകന്റെ ശരീരത്തിലെ പ്ലാസ്മ എടുത്ത് തന്റെ ശരീരത്തിലേക്ക് കുത്തിവെക്കുക വരെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ശരീരത്തിന്റെ യുവത്വം നിലനിർത്തുവാനായി യോഗയും മറ്റ് ആത്മീയമായ മാർഗങ്ങളും ഉപയോഗിക്കുന്ന സന്യാസി വര്യന്മാരെ കുറിച്ച് നമുക്കറിയാം. അവരുടെ ആയുസ് ദീർഘിപ്പിച്ച സന്യാസി വര്യന്മാരെ കുറിച്ചുള്ള ധാരാളം കഥകൾ നമുക്കുണ്ട്. ഇവിടെ ബ്രയാൻ ജോൺസന്റെ ജീവിതക്രമവും ഈ സന്യാസി വര്യന്മാരുടെ ആത്മീയ ഉപാസനകളുടെ ക്രമവുമായി ബന്ധമുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ തന്നെ ബ്രയാൻ ജോൺസന്റെ പരിശ്രമങ്ങളിൽ ആത്മീയതയ്ക്ക് യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അദ്ദേഹം കൂട്ടുപിടിച്ചിരിക്കുന്നത് ശാസ്ത്രത്തെയാണ്, തന്റെ ശരീരവുമായി ബന്ധപ്പെട്ട ഡാറ്റയെയാണ്, അത് അനലൈസ് ചെയ്യുന്ന ആൽഗോരിതത്തെയാണ്. ഈ ശാസ്ത്രീയമായ മാർഗങ്ങൾ ഉപയോഗിച്ച് ബ്രയാൻ ജോൺസന് ഈ പരീക്ഷണങ്ങളിൽ വിജയിക്കുവാൻ സാധിക്കുമോ? നിത്യമായ ഒരു ജീവിതം അദ്ദേഹത്തിന് സാധ്യമാകുമോ? ഇതൊരു വലിയ ചോദ്യചിഹ്നമായി നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ്. ഒരുപക്ഷെ ശാസ്ത്രം അന്വേഷിക്കുന്ന ഏറ്റവും വലിയ ചോദ്യത്തിന്റെ ഉത്തരമായിരിക്കാം ബ്രയാൻ ജോൺസന്റെ പരീക്ഷണങ്ങളുടെ പരിസമാപ്തി. ബ്രയാൻ ജോൺസന്റെ പരീക്ഷണങ്ങൾ വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ഈ പരീക്ഷണങ്ങൾ ഉയർത്തുന്ന ധാർമ്മികമായ ചില ചോദ്യങ്ങളുണ്ട്. ഇവിടെ ഞാൻ ആദ്യം കേൾപ്പിച്ച കാലനില്ലാത്ത കാലം എന്നുള്ള കവിതയിൽ മനുഷ്യൻ ഇങ്ങനെ ഭൂമിയിൽ വർദ്ധിച്ചു വന്നാൽ, മരണമില്ലാത്ത അവസ്ഥയുണ്ടായാൽ ഇവരുടെ എല്ലാം ആഹാര കാര്യങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും, ദാരിദ്ര്യമുണ്ടാകും, പട്ടിണി ഉണ്ടാകും എന്നൊക്കെയുള്ള നിലയിലാണ് കവിത മുന്നേറുന്നത്. എന്നാൽ ലോകത്തിൽ ഇങ്ങനെ ഒരു സാധ്യത കണ്ടെത്തി കഴിഞ്ഞാൽ, മരണമില്ലാത്ത ഒരു അവസ്ഥ മനുഷ്യൻ ആർജിക്കുവാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനുവേണ്ടിയുള്ള വലിയ പോരാട്ടങ്ങൾ തന്നെ ഉണ്ടായേക്കാം. ആ സാങ്കേതിക വിദ്യ സ്വന്തമാക്കുവാനും അമരത്വം നേടുവാനും പരിശ്രമിക്കുന്നവരുടെ വലിയ പോരാട്ടങ്ങളുടെ കഥകളായിരിക്കും പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എത്ര വലിയ യുദ്ധങ്ങൾക്ക് അത് കാരണമായേക്കാം എന്ന് സങ്കല്പിക്കുവാൻ പോലും സാധ്യമല്ല. മാത്രവുമല്ല, ഇങ്ങനെ ഒരു സാങ്കേതിക വിദ്യ സ്വന്തമായാൽ ആ സാങ്കേതിക വിദ്യ ആർക്കൊക്കെയാണ് ലഭ്യമാകുന്നത്? അതിസമ്പന്നരായ ചുരുക്കം ചിലർക്ക് മാത്രമേ അത് നേടിയെടുക്കുവാൻ സാധിക്കൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എത്രമാത്രം വിചിത്രമായ ഒരു ലോകമായിരിക്കും അത് നമ്മുടെ മുൻപിലേക്ക് കൊണ്ടുവരുവാൻ പോകുന്നത്. എന്നാൽ ഇതിനെക്കാട്ടിലൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. ഈ ഭൂമിയിൽ ജനിക്കുന്ന എല്ലാ മനുഷ്യരും മരണം വഴിയായി ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടണമെന്നുള്ളത് ദൈവികമായ പ്രമാണമാണ്, നിയമമാണ്. ദൈവം വെച്ചിരിക്കുന്ന ഈ നിയമത്തെ മറികടക്കുവാൻ മനുഷ്യന് സാധിക്കുമോ? എല്ലാ കാലത്തും ദൈവത്തെ പരാജയപ്പെടുത്തുവാൻ, അല്ലെ ദൈവത്തെ പോലെ ആകുവാനുള്ള പരിശ്രമങ്ങളാണ് മനുഷ്യൻ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മനുഷ്യന്റെ ഇത്തരം പരിശ്രമങ്ങൾക്ക് മനുഷ്യന്റെ ആരംഭകാലം മുതലുള്ള ചരിത്രം പറയുവാനുണ്ട്. ഏദനിൽ ആദാമും ഹവ്വയും സാത്താൻ അവരുടെ മുൻപിൽ വെക്കുന്ന ഏറ്റവും വലിയ പ്രലോഭനം ഈ പഴം കഴിച്ചാൽ നിങ്ങൾ ദൈവത്തെ പോലെയാകും എന്നുള്ളതാണ്. ഇന്നും മനുഷ്യൻ അതിനുവേണ്ടിയുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അമരത്വം നേടുവാനുള്ള ശ്രമങ്ങൾ. പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പോടെ പറയട്ടെ, ബ്രയാൻ ജോൺസന്റെ ഈ പരീക്ഷണങ്ങൾ ഉറപ്പായും പരാജയപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ദൈവത്തെ പരാജയപ്പെടുത്തുവാൻ മനുഷ്യന് സാധ്യമല്ല. ദൈവത്തിന്റെ പദ്ധതികളെ ചോദ്യം ചെയ്യുവാനോ അതിനെ അതിജീവിക്കുവാനോ
മനുഷ്യനെ കൊണ്ട് സാധ്യമല്ല എന്നുള്ളത് പോയകാല ചരിത്രം നമ്മുടെ മുൻപിൽ ഉറപ്പോടെ വെളിപ്പെടുത്തുന്നു. ഇനിയും ഭാവിയിലും അത് തന്നെയായിരിക്കും സംഭവിക്കുവാൻ പോകുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അമരത്വം തേടുന്ന മനുഷ്യനോട് ഉറപ്പായി പറയുവാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്: ഈ ശരീരം നശിക്കും, എന്നാൽ നമ്മുടെ ഉള്ളിൽ നിത്യമായ ഒരു ആത്മാവുണ്ട്. ആ ആത്മാവിനെ കൊല്ലുവാൻ ലോകത്തിൽ ആർക്കും സാധിക്കത്തില്ല, അതിനെ ഇല്ലാതെയാക്കുവാൻ സാധിക്കത്തില്ല. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യന് വെച്ചിരിക്കുന്നു എന്ന് വേദപുസ്തകം നമ്മെ ഉപദേശിക്കുന്നു. നമ്മളുടെ ജീവിതത്തിൽ നമ്മളിവിടെ 80 100 വർഷം ജീവിക്കുന്ന ഇത് ഒരു ചെറിയ സ്പാൻ മാത്രമാണ്. നമ്മൾ ഉത്തരം തേടേണ്ടുന്ന ഏറ്റവും വലിയ ചോദ്യം അതാണ്. നിത്യമായ ഒരു ആത്മാവിന്റെ അവകാശിയാണ് നമ്മൾ. ആ നിത്യമായ ആത്മാവിന്റെ ഭാവി എന്തായിരിക്കും? മരണാനന്തര ജീവിതം നമ്മൾ എവിടെയായിരിക്കും ചെലവഴിക്കുവാൻ പോകുന്നത്? വേദപുസ്തകം ഉറപ്പോടെ പറയുന്നു, യേശുക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനങ്ങളിൽ വിശ്വസിക്കുക, യേശുക്രിസ്തുവിലൂടെ രക്ഷ പ്രാപിക്കുക. നിത്യതയിലേക്കുള്ള പ്രവേശന കവാടം അതാണ്. ആ നിത്യമായ ജീവിതത്തിനു വേണ്ടി നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.